പ്രിയമുള്ളവരെ, സർജറിക്ക് വിധേയരാകുന്ന ഓരോ ആളുകളും സർജറിക്ക് ശേഷം ഉണ്ടായേക്കാവുന്ന കുഴപ്പങ്ങളെപ്പറ്റി ബോധവാന്മാർ തന്നെയാണോ? ഈ ചോദ്യം ഞാൻ എന്തുകൊണ്ട് ചോദിക്കുന്നു ചോദിച്ചാൽ, ഒട്ടേറെ ആളുകൾ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും സർജറി മാത്രമേ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറികൾ, അതുപോലെ ബ്രെയിൻ ട്യൂമർ സർജറിയിലൂടെ റിമൂവ് ചെയ്യപ്പെടുന്നു. ഇതുപോലെ പല ആന്തരിക അവയവങ്ങളും സർജറിക്കലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് നട്ടെല്ല് പോലെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും സർജറി ചെയ്യുന്നു. ഇത്തരം സർജറികൾക്ക് ശേഷം ധാരാളം പുതിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ട ശേഷം ആ ആരോഗ്യ പ്രശ്നങ്ങളുമായി ചികിത്സയ്ക്ക് വരുന്നവരെ ചികിത്സിക്കാൻ വലിയ പ്രയാസമായി കാണുന്നുണ്ട്. അങ്ങനെ ഉള്ള ധാരാളം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സർജറിക്ക് പോകുന്നതിന് മുമ്പ്, അത് പൈൽസിൻ്റെ സർജറി ആണെങ്കിൽ പോലും സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഒരു നല്ലൊരു അക്യുപഞ്ചർ ചികിത്സകരെ കണ്ട് അത് ചികിത്സിച്ച് സർജറി ഇല്ലാതെ സുഖപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഗുണകരമായിരിക്കും. കാരണം സർജറിക്ക് ശേഷം ഉണ്ടായേക്കാവുന്ന കുഴപ്പങ്ങൾ വളരെ കൂടുതലാണ്. ഒരുപക്ഷെ സർജറി ഇല്ലാതെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ സുഖപ്പെടാനുള്ള സാധ്യത അക്യുപങ്ക്ചറിലുണ്ട്. അത്തരം ഒട്ടേറെ നല്ല അനുഭവങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും സർജറിക്ക് വിധേയരാകുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് സർജറിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. പലപ്പോഴും ആ സർജറിക്ക് വിധേയരാകുന്നതിന് മുമ്പ് എഴുതി കൊടുക്കുന്ന കൺസെൻറ്റ് പോലും പലപ്പോഴും വായിച്ചു നോക്കാറില്ല എന്നുള്ളത് ഒരു വലിയ ഖേദകരമായ കാര്യമാണ്. ഏതായാലും ഈ അടുത്ത് നമുക്കറിയാം, നാസൽ പോളിപ്പ്, മൂക്കിലുള്ള ദശ സർജറി ചെയ്തതിൻ്റെ ഭാഗമായി ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി. അപ്പോൾ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് എന്തിനായിരിക്കും നാസൽ പോളിപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഗതി സർജറി ചെയ്തിട്ടുണ്ടാവുകയെന്ന് ചോദിച്ചാൽ, മൂക്കടപ്പ് പോലെയുള്ള പ്രശ്നങ്ങളാണ് നാസൽ പോളിപ്പ് മൂലം ഉണ്ടാകുന്നത്. അത് ശ്വാസതടസ്സം ഉണ്ടാക്കുകയും അത് പലപ്പോഴും ഉറക്കം പ്രയാസപ്പെടുത്തുകയും അല്ലെങ്കിൽ ഉറക്കം സുഖമില്ലാത്ത ഒരു ശ്വസന പ്രക്രിയ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ അത് നാസൽ പോളിപ്പ് സർജറിയാണ് സാധാരണ നിർദ്ദേശിക്കപ്പെടുന്നതെങ്കിലും അത് സർജറി ഇല്ലാതെ ഈ പ്രയാസങ്ങൾ സുഖപ്പെടാൻ അക്യുപങ്ക്ചറിൽ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് സർജറിക്ക് വിധേയമാകുന്ന ഓരോ ആളുകളും, എസ്പെഷ്യലി നീ ട്രാൻസ്പ്ലാന്റ് സർജറി ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം സർജറിക്ക് വിധേയനാകുന്നതിന് മുമ്പ് അത് സർജറി ഇല്ലാതെ സുഖപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ സർജറികളൊക്കെ തന്നെ സർജറി ഇല്ലാതെ സുഖപ്പെട്ട ഒട്ടേറെ സംഭവങ്ങൾ അക്യുപഞ്ചർ ചികിത്സയിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സർജറിക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അക്യുപഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തി ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അക്യുപങ്ക്ചറോടെ സുഖപ്പെടുമെന്ന് അന്വേഷിക്കുകയും ആ രീതിയിൽ നിങ്ങൾ സർജറി ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.